ഹായ് ഫ്രണ്ട്സ്. 2 ദിവസം മുമ്പ് മൃദുലയുടെ അച്ഛൻ പ്രവീൺ മൃദുല അവരുടെ അച്ഛൻ മരിച്ചു എന്നൊരു ദുഃഖകരമായിട്ടുള്ള വാർത്ത കേൾക്കാനിടയായി. അപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. നല്ല ആക്റ്റീവായിട്ട് നിന്നൊരു മനുഷ്യനായിരുന്നു. ഒരു പാവം, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു പാവം പിടിച്ച ഒരു എന്താ പറയുക, മകളെ ആണെങ്കിലും അതുപോലെ മരുമോനാണെങ്കിലും ഭയങ്കര സ്നേഹത്തോടു കൂടി മാത്രം സംസാരിക്കാൻ ഇതാവുന്ന മരിക്കുന്നതിന് 2 ദിവസം മുമ്പായിരുന്നു പ്രവീൺ ഒരു കാറൊക്കെ കൊടുത്തിട്ട് നല്ല സന്തോഷത്തോടു കൂടി ഉള്ള ആ ഒരു മൊമെൻ്റൊക്കെ കണ്ടത്. പിന്നെ കമൻറ്റുകൾ ഒരുപാട് കണ്ടു. അയ്യോ അച്ഛന് എന്ത് പറ്റി, എന്താണ് അങ്ങനെ എങ്ങനെയെന്നുള്ളതൊക്കെ ഒരുപാട് കമൻറ്റുകൾ കണ്ടു. ഷുഗർ ഉണ്ടായിരുന്നു, പിന്നെ എന്തൊക്കെയോ ചെറിയ ചെറിയ അങ്ങനെ ഷുഗർ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ, ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആയിരുന്നു. മരണകാരണം അറ്റാക്കാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നല്ല സന്തോഷത്തോടു കൂടി ആക്റ്റീവായിട്ട് നല്ല കാണുമ്പോൾ നമുക്ക് പുറമേ കാണുമ്പോൾ ഒരു അസുഖങ്ങളോ ഒരു ഇതും തോന്നിപ്പിക്കില്ല. അത്രയും ആക്റ്റീവായിട്ട് നിന്നൊരു മനുഷ്യനായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു എൻ്റെ വാപ്പാൻ്റെ മരണവും. അതുപോലെ വാപ്പാക്ക് പുറമേ ഒരു അസുഖമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ടെസ്റ്റ് ചെയ്ത സമയത്തൊന്നും അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്നാണ് അറ്റാക്ക്, രാത്രിയിൽ ഇങ്ങനെ നെഞ്ചുവേദന എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് മരിക്കുന്നത്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും മരിച്ചു എന്ന് പറയുന്നത്. അതുപോലെ ഇതും ഒരു പെട്ടെന്നൊരു ഇത് കേട്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് മൃദുലയുടെ അച്ഛൻ മരിച്ചു, അറ്റാക്ക് എന്ന് പറഞ്ഞത് കണ്ടപ്പോൾ എനിക്കും പെട്ടെന്ന് എൻ്റെ വാപ്പാനാണ് ഓർമ്മ വന്നത്. ഇപ്പോൾ ഇതുപോലെയായിരുന്നു, പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഞങ്ങളെ വിട്ട് പോവുക. അതിൻ്റെ തലേ ദിവസം പോലും ഫോണിൽ വിളിച്ച് സംസാരിച്ച് സന്തോഷത്തോടു കൂടി ഇരുന്നതാണ്. ആ ഒരു ആൾ പെട്ടെന്ന് ഇല്ലാതാവുക എന്ന് പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ആ കാറ് കൊടുക്കുന്ന ആ ഒരു വീഡിയോയും ഇതൊക്കെ എല്ലാവരും കമൻറ്റ് ചെയ്യുന്നു, അയ്യോ എന്ത് പറ്റി, 2 ദിവസം മുമ്പല്ലേ ഞങ്ങൾ കാറ് കൊടുത്തത്. അത് കാർ ഓടിച്ചു കൊണ്ടുപോകുന്ന ആ വീഡിയോയും എല്ലാം കണ്ടതാണ്. അത് കണ്ടപ്പോൾ ഒരുപാട് സങ്കടം തോന്നി. പെട്ടെന്ന് ഇങ്ങനെ നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും നമ്മളിൽ ഒരാളെ പോലെയാണ് ഇവരുടെയൊക്കെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മളിൽ ഒരാൾ പോലെയാണ് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ ഇപ്പം ജുനൈദ് മരിച്ചതും അതും എപ്പോഴും നമ്മൾ ആ വീഡിയോകളും കാര്യങ്ങളൊക്കെ കാണുന്നത് കൊണ്ട് നമ്മുടെ കൂട്ടത്തിലൊരാൾ പോയി, നമ്മുടെ കൂടെയുള്ള ഒരാൾ പോയി എന്നാണ് നമുക്ക് പെട്ടെന്നതാവുക. എന്തായാലും കാർ കൊടുക്കുന്ന ആ ഒരു കുറച്ച് സുന്ദരമായിട്ടുള്ള നിമിഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വരട്ടെ. അവസാനമായിട്ടുള്ള സന്തോഷിക്കുന്ന നിമിഷങ്ങൾ എന്തായാലും ഒന്ന് കണ്ടിട്ട് വരാം. ഒന്ന് കണ്ടു നോക്കൂ. അസംബ്ലി ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് സുഹൃത്തുക്കളെ. അപ്പം എന്തോ മൃദുലേ, നമ്മളെ വണ്ടി നിങ്ങൾ തമിഴിനി കണ്ടതുപോലെ തന്നെ നമ്മളെ ഇർട്ടിക്ക ഇല്ലേ മൃദുലേ, നമ്മള് അച്ഛനെ തിരിച്ചു കൊടുക്കുകയാണ്. ഇങ്ങോട്ട് വന്നത് അതേപോലെ തിരിച്ചു അത് വേറൊന്നും കൊണ്ടല്ല കേട്ടോ. എന്താ പറയണേ, കുറെ നാളും കൊണ്ട് നമ്മൾ വിചാരിക്കണം വേറൊന്നുമല്ല, അച്ഛൻ്റെ കുറെ നാളായിട്ട് അച്ഛൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എത്ര വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാർ അച്ഛനായിട്ടുണ്ട്? 6 വർഷം. അതായത് നമ്മൾ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ മൃദുല ആ കോളേജിലൊക്കെ വന്നുകൊണ്ടിരുന്നത്, കോളേജിൽ വിളിച്ചോണ്ട് പോകാനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അച്ഛൻ അത്ര സ്നേഹിച്ച ഒരു വണ്ടിയായിരുന്നു ആയിട്ടുണ്ടെന്ന് പറയണത്. അപ്പം അച്ഛൻ ഫിനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട് അത് കൊടുത്തു. അപ്പം അന്നുപോലെ വീട്ടിലൊരു വണ്ടി വളരെ അത്യാവശ്യമാണ്. വീട്ടിലിപ്പോൾ ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാലോ അല്ലാതെ അതുപോലെ ഇങ്ങോട്ടൊക്കെ ഇടയ്ക്ക് വരണമെന്നുണ്ടെങ്കിലും ബസ്സിലൊക്കെ ആയിരുന്നു വരുന്നത്. രണ്ടുപേരും കൂടി സ്കൂട്ടിയിലൊക്കെ വരുന്നു. ആ ഒരു വീഡിയോയിൽ കണ്ടില്ല, നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആ ഒരു നിമിഷങ്ങളാണ്. അതുപോലെ അച്ഛനക്ക് വേണ്ടിയിട്ട് അവൻ പ്രവീൺ എടുത്ത് പറയുന്നുണ്ട്, ഹോസ്പിറ്റൽ കേസിനൊക്കെ ആണെങ്കിലും ഉപയോഗിക്കാമല്ലോ, എന്തോ മുൻകൂട്ടി എന്തോ അറിഞ്ഞതുപോലുള്ള ഒരു ഇതില്ലേ. എന്താ പറയുക, ഇത്രയുള്ള മനുഷ്യരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമായിരിക്കും ഓരോ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അതിനിടയിൽ എന്തെല്ലാം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തും, കാര്യങ്ങളും അതും ഇതൊക്കെ ആയിട്ട് ഓരോന്നും പറയുന്നു അല്ലേ. എന്തായാലും ഒരുപാട് സങ്കടം തോന്നിയ ഒരു തന്നെയാണ് ആ ഒരു നിമിഷം. അച്ഛന് വേണ്ടിയിട്ട് ഒരു കാറ് കൊടുക്കുക, അത് കഴിഞ്ഞ് കുറച്ച് 2 ദിവസങ്ങൾക്ക് ശേഷം മരിക്കുക. അതൊക്കെ കേൾക്കുമ്പോൾ അവരെങ്ങനെ സഹിക്കില്ല? നമുക്ക് ഇത് കാണുന്ന നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ പ്രവീണും മൃദുലയും ആ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് മൃദുലയുടെ അച്ഛനാണ് ഒപ്പം നിന്ന് എന്താ പറയുക, വീട് നോക്കാനും കാര്യത്തിനൊക്കെ ഓടിപ്പടച്ച് എല്ലാവിടെയും പോവാനും പിടിക്കാനും നല്ല സന്തോഷത്തോടു കൂടി, എങ്ങനെ നമുക്ക് കണ്ടാൽ തന്നെ കണ്ണ് തട്ടുന്ന ആ ഒരു രീതിയിലാണ് മരുമോനെയും അതുപോലെ മോളെയും കാണുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ കൂടെ, ആരുടെ ഭാഗത്താണ് തെറ്റെങ്കിലും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിട്ട് പോലും അവർ അച്ഛനും അമ്മയും ഒരുപോലെ, അച്ഛനും അമ്മയും കണ്ടാൽ തന്നെ അറിയാം അവരൊരു നിഷ്കളങ്കരായ ഒരു പാവം പിടിച്ച ഒരാളുകളെ പോലെ തന്നെ, ഒന്നിനും ഒരു ഇതിനും അവരില്ല. അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരിത്. അപ്പം വീട് നോക്കാനൊക്കെ പോകുന്ന ആ ഒരു സീനൊക്കെ ഇപ്പോഴും കണ്ണിൽ കിടന്ന് കളിക്കുന്നുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ആ ഒരു ഭാഗം കുറച്ച് കണ്ടിട്ട് വരട്ടെ. ഒന്ന് കണ്ടു നോക്കൂ.
നമ്മൾ നേരെ വീട് നോക്കാൻ വേണ്ടി ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. സത്യം പറഞ്ഞപ്പോൾ എത്ര വീടുണ്ടെന്ന് എനിക്കൊരു എണ്ണമില്ല കേട്ടോ. അയ്യോ, വരുന്നുണ്ട് ഒരു 10-30 വീടനുസരിച്ച് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്റ്റിൽ നമ്മുടെ ആ ഒരു ഇഷ്ടപ്പെട്ടൊരു വീട് നമ്മൾ ഇതിലിട്ടും കണ്ടെത്തിയിട്ടില്ല. ചിലതൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു ബഡ്ജറ്റും കാര്യങ്ങളും ചില സാധനങ്ങളൊക്കെ വിചാരിച്ച് നമ്മളത് ലീവ് ചെയ്തു. അപ്പോൾ എന്തായാലും സ്റ്റിൽ സെർച്ചിങ് ആണ്. അപ്പോൾ ഇന്ന് നമ്മളത് ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്നും ഇതൊരു റൊട്ടീനായി മാറിയിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം വീട് നോക്കാൻ പോകുന്നത് റൊട്ടീനായി കേട്ടോ. അപ്പോൾ ഞാൻ സംസാരിക്കുന്നത് ഈ വോയിസ് ഓവർ തമ്മിൽ യാതൊരു ബന്ധവും കാണത്തില്ല, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ എന്തായാലും നമുക്ക് 1.5 മണിക്കൂറേ ഉള്ളൂ. കാരണം കുഞ്ഞ് അവിടെ ആയതുകൊണ്ട് തന്നെ നമുക്ക് 1.5 മണിക്കൂർ കൊണ്ട് വീടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് നേരെ തിരിച്ചു വരണം. ഇന്ന് ഏതാണ്ട് ഒരു 3-4 വീടാണ് നമ്മൾ നോക്കാൻ വേണ്ടി പ്ലാൻ ഇട്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നേരെ എന്താ പറയുക, ഇത്രയും നല്ലൊരു അച്ഛനെ കിട്ടുകയെന്ന് പറയുന്നത് എല്ലാവർക്കും ഇതുപോലൊരു അച്ഛനെ കിട്ടില്ല. എന്താ പറയുക, അമ്മായി അച്ഛൻ കിട്ടില്ല. അത്രയും സ്നേഹത്തോടെ ഇപ്പോൾ കൊച്ചൂനെയാണെങ്കിലും അവരുടെ വീടുകളൊക്കെ എടുത്ത് മരുമോനെ പോലെ തന്നെ സ്നേഹിക്കുന്ന ആ ഒരു ഇതാണ് കണ്ടിരിക്കുന്നത്. കൊച്ചൂനെയാണെങ്കിലും എടുത്ത് പോക്കുന്നതും ഇതാവുന്നത് ആ ഒരു വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, ഒരുപാട് വിഷമം തോന്നിയൊരു നിമിഷം തന്നെയാണ് മൃദുലയുടെ അച്ഛൻ മരിച്ചു എന്നത് കേട്ടപ്പോൾ. എന്താ പറയുക, ഞാനത് കേട്ടപ്പോൾ എൻ്റെ പ്രവീണിൻ്റെ പോസ്റ്റാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് ഞാൻ പ്രവീണിൻ്റെ സബ്സ്ക്രൈബറാണ്. അപ്പോൾ ആ ഒരു പോസ്റ്റ് കണ്ടപ്പോൾ ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. 2 ദിവസം മുമ്പ് ഞാൻ ആ ഒരു വീഡിയോ കണ്ടുള്ളൂ, അച്ഛന് കാറ് കൊടുക്കുന്ന ആ ഒരു വീഡിയോ. അപ്പോൾ ഇത് പെട്ടെന്ന് കണ്ട സമയത്ത് ഭയങ്കര ഷോക്കായിപ്പോയി, പെട്ടെന്ന് ഞെട്ടിപ്പോയി. അതുപോലെ തന്നെ ജുനൈദ് പറഞ്ഞ വ്യക്തിയുടെ ഇവർ രണ്ടാളുടെ എന്തോ പെട്ടെന്ന് നമ്മളെ ഇതായിട്ടുള്ള ഒരു ഇതായിപ്പോയി. ഭയങ്കര സങ്കടവും വിഷമവും തോന്നിയ ആ ഒരു നിമിഷം തന്നെയായിരുന്നു. എന്തായാലും എന്താ പറയുക, അവർക്ക് നിത്യശാന്തി ലഭിക്കട്ടെ, അച്ഛനക്ക് നിത്യശാന്തി ലഭിക്കട്ടെ. അതുപോലെ തന്നെ ആ ഒരു മരണം താങ്ങാനുള്ള ശക്തി ആ അമ്മയ്ക്കും അതുപോലെ ആ മക്കൾക്കും കൊടുക്കട്ടെ. അത്രയും നമുക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. ഈ ഒരു അവസ്ഥയിലൂടെ ഞാനും കടന്നു പോയതാണ്. അതുകൊണ്ട് നമുക്ക് ഒന്നും ഇത് കരഞ്ഞു തീർക്കാന്നല്ലാതെ നമുക്കൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ല. മരണം എന്നൊരു ഇത് നമുക്ക് ഒരിക്കലും നമുക്കൊന്നും അത് തടഞ്ഞു നിർത്താനോ അത് ഇപ്പോൾ വേണ്ട നാളെ മതി ഇത് പറയാൻ പോലും പറ്റില്ല. നമുക്ക് ഏത് നിമിഷം എന്തും സംഭവിക്കാം. നമ്മളിപ്പോൾ ചിരിച്ച് കളിച്ച് നടക്കുന്നു, ഞാനിപ്പോൾ അതൊരു വീഡിയോ ചെയ്യുന്നു, നാളെ ഉണ്ടാവില്ല എന്നുള്ളതൊന്നും അറിയില്ല. അത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ അവസ്ഥ. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഭയങ്കര ഒരു വിഷമം തോന്നി. അത് വല്ലാത്തൊരു മനസ്സിലേക്ക് വല്ലാത്തൊരു ഇത് തോന്നി. എനിക്കും പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ എൻ്റെ വാപ്പാനെയാണ് ഓർത്തത്. അപ്പോൾ എന്തായാലും നിത്യശാന്തി ലഭിക്കട്ടെ. അതുമാത്രം എല്ലാവരും പ്രാർത്ഥിക്കുക, അച്ഛനക്ക് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, ആ കുടുംബത്തിന് ക്ഷമ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുക. അതുപോലെ ഒരുപാട് കമൻസുകൾ കണ്ടുപോയി, എന്ത് പറ്റി എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് അത്രയും സ്നേഹിക്കുന്ന ആളുകൾ, ഇത്രയും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ. പിന്നെ നെഗറ്റീവ് കമൻസും ഉണ്ടാവും, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് അതും അങ്ങനെയുള്ള കുറേ പേര്. പിന്നെ അത് പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, നെഗറ്റീവ്സിന് അതിൻ്റെ വഴിക്ക് വിടുക. നെഗറ്റീവ്സ് എവിടെ നോക്കിയാലും നെഗറ്റീവ്സും കാര്യങ്ങളേ ഉള്ളൂ. പോസിറ്റീവിനേക്കാളും നെഗറ്റീവ്സാണ് ഇപ്പോൾ വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക, അച്ഛന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ആ കുടുംബത്തിന് അതുപോലെ ക്ഷമ നൽകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.